stars. Didn't even get to cross. ഹലോ ഹലോ എന്തെടുക്കുവാ? പാക്കിംഗ് ആണ് കണ്ടാ മനസ്സിലാവണില്ലേ? എന്ത് പാക്കിംഗാ? എന്റെ ലഗേജ് പാക്കിംഗ് നോക്ക്. എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? നാളെ രാവിലെ 4:45 ഇവിടെ 5 മണിക്ക് ഇപ്പൊ പോണം. വൈകിട്ട് ഇപ്പൊ എത്രയായി സമയം? വൈകിട്ട് 4 മണിയായി. 5 മണിക്കൂർ ഇറങ്ങണം. നിനക്കൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതാണ് പറയേണ്ടത്. യൂട്യൂബ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്കിൽഡ് പറയുന്ന ഇറ്റ്സ് യുവർ ജോസഫ്. ഗൈസ്, ഇന്ന് പാക്കിംഗ് ചെയ്യാനായിട്ട് ഇച്ചിരി ലേറ്റ്, ഇച്ചിരി നല്ല ഒരുപാട് ലേറ്റ്. ആരും ഇത് ആവർത്തിക്കരുത്. 5 മണിക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണം. കൊച്ചിയിലാണ് ഫ്ലൈറ്റ്. അപ്പോൾ പാക്കിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. പർച്ചേസ് ചെയ്തൊക്കെ വരുമ്പം ഇച്ചിരി ഡിലേ ആയി. ഡ്രസ്സെല്ലാം ഇവിടെ നേരത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സ്നാക്സ് മേടിക്കാൻ ഇറങ്ങിയ സമയത്ത് സ്നാക്സ് മേടിക്കുന്നതിൻ്റെ ഇടയിൽ മഴ, നല്ല കാറ്റും മഴ. സ്നാക്സ് ഇവിടെ ഉണ്ട്. അതുപോലെ അമ്മ അവലോസ് പൊടി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഏകദേശം 1.5 കിലോ അവലോസ് പൊടി. എൻ്റെ ഫേവറേറ്റ് ആണ് അവലോസ് പൊടി. സോ ഷിപ്പിൽ പോകുന്നവർക്ക് ഇതൊക്കെ ക്യാരി ചെയ്യാം കേട്ടോ. ചില ആൾക്കാർ സോപ്പ്, ഷാമ്പു ഇങ്ങനത്തെയൊക്കെ ക്യാരി ചെയ്യാൻ പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്നാക്സ്, നമ്മളെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ സ്നാക്സും നമുക്ക് കൊണ്ടുപോയി അങ്ങനത്തെ കാര്യങ്ങൾ. സോപ്പും കാര്യങ്ങളെല്ലാം ഷിപ്പിൽ കിട്ടും. സോപ്പ് പൗഡർ, സോപ്പ്, ഷാമ്പു, ബ്രഷ്, പേസ്റ്റ് ഇതൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് വച്ചിരിക്കാന്നേ ഉള്ളൂ. പിന്നെ പാക്കിങ് തുടങ്ങിയിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഈ പണി നടക്കത്തില്ല. ഒത്തിരി സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു പില്ലോ, നെക്ക് പില്ലോ എന്തായാലും കരുതുക. എല്ലാവരും ഫ്ലൈറ്റിൽ ലോങ് ജേർണിയാണ്, നല്ല കഴുത്ത് വേദനയുണ്ടാവും. ഇതെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഷിപ്പിൽ പോകുന്നവർ എല്ലാവരും കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഷിപ്പിൽ റോളിംഗ് കൊണ്ടാകുമ്പോൾ പോലും മൂവിയൊക്കെ കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് ചാർന്നിരുന്ന് മൂവി സുഖമായിട്ട് കാണും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ തണുപ്പ് സ്ഥലങ്ങളിലാണ് നിങ്ങൾ പോകുന്നതാണെങ്കിൽ ഗൈസ്, പാർക്ക, ഈ ഒരു ടൈപ്പ് പാർക്ക തണുപ്പ് സ്ഥലത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. ഇത് എന്റെ ഫിയാൻസി, സോറി എന്റെ വൈഫ്. എന്റെ വൈഫിന്റെ അമ്മൂമ്മ കൊടുത്തതാണ്. അവർ ഇസ്രായേലിൽ പോകുമ്പോൾ മേടിച്ചത്. സോ ഇത് എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഞാൻ മേടിച്ചതായ എന്റെ ജാക്കറ്റ്. ഇത് ഇച്ചിരി ഹെവിയാണ്, ഹെവി ആയിട്ടുള്ള സാധനമാണ്. തണുപ്പത്ത് നല്ല ചൂട് തരുന്നതാണ് ഇത്. ഓക്കെ, അങ്ങനെ 2 ജാക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളൊരു ജാക്കറ്റ് കയറണം തണുപ്പത്ത് പോവുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഒരു ഹുഡീസ് നിർബന്ധമായിട്ടും ഷിപ്പിൽ ജോലിക്ക് പോകുന്നവരൊരു ഹുഡീസ് കരുതുക. കാരണം യൂസ്ഫുൾ ആണ്. ഇതുപോലെ ജാക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഹുഡീസ് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഷിപ്പിൽ എന്തായാലും തണുത്ത കാലാവസ്ഥയായിരിക്കാം. ആ സമയങ്ങളിൽ ഇതൊക്കെ ഉപയോഗപ്രദമാകും. പിന്നെ അതുപോലെ തന്നെ ഒരു ബാക്ക് ബെൽറ്റ്, നിർബന്ധമായിട്ടും ഒരു ബാക്ക് ബെൽറ്റ് കരുതുക. കാരണം ഷിപ്പിൽ ഹെവി ഡ്യൂട്ടി ഉണ്ടാവും, നല്ല വെയിറ്റ് എടുക്കുന്ന ജോലിയൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നീ പെയിന് വേണ്ടിയുള്ള നീ ബെൽറ്റ് എവിടെ തക്കിടും. ഒരു പെയിൻ റിലീഫ് ബാൻഡേജ് ഇതുപോലത്തെ, ഇതിനെന്താ പറയുന്നത് തക്കിടും? ക്രീപ്പ് ബാൻഡേജ്. ഓക്കെ, ഇതും കരുതുക. ഇത് എന്താ പറയുക, നല്ല യൂസ്ഫുൾ ആണ് പെയിൻ റിലീഫിന് വേണ്ടി. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ എക്സ്പെഷ്യലി മെഡിസിൻസ് ഒരു ചെറിയൊരു പോളിത്തീൻ ബാഗിലായിട്ട് കരുതുക. പാരസെറ്റമോൾ, പെയിൻ കില്ലർ, ജലദോഷത്തിന് ടാബ്ലറ്റ്, പെയിൻ കില്ലർ, അതുപോലെ ഛർദി ഇങ്ങനെയൊക്കെ വരുന്ന സീ സിക്നസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടാബ്ലറ്റ് കരുതാനുള്ള മറക്കരുത്. പിന്നെ ഷിപ്പിൽ കിട്ടാത്ത ചെറിയ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ എല്ലാ ഷിപ്പിലും മെഡിസിൻ കിട്ടാൻ ചാൻസ് ഇല്ല. സോ പല്ലുവേദനയുടെ ഗുളിക അല്ലെന്നുണ്ടെങ്കിൽ ക്ലോ ഓയിൽ നമുക്ക് ഷിപ്പിൽ കിട്ടുന്നില്ല, ചില ഷിപ്പുകളിൽ. എൻ്റെ കമ്പനി ഇല്ല. സോ ക്ലോ ഓയിൽ കരുതുക. അതുപോലെ തന്നെ എന്താ പെയിൻ കില്ലർ മസ്റ്റായിട്ട് നിങ്ങൾ കരുതണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാം. നിങ്ങൾക്ക് എന്താണ് രോഗമുള്ള മെഡിസിൻസ് നിങ്ങൾ എന്തായാലും ക്യാരി ചെയ്യണം. US-ലൊക്കെ പോവുകയാണെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടെ ഉണ്ടാവണം, നിർബന്ധമാണ്. എയർപോർട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ പണിയോ ഫൈൻ അടക്കേണ്ടി വരും. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ പുറത്തോട്ട് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകുന്നതുകൊണ്ട് ഒരു ജോഡി നമ്മൾ ഇട്ടിട്ട് പോകും. അതുപോലെ തന്നെ അവിടെ നിന്ന് എവിടെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ 2 ജോഡി, കൂടുതലൊന്നും വേണ്ട, 2 ജീൻസ്, 2 ടീഷർട്ടോ 2 ഷർട്ടോ വയ്ക്കുക. പിന്നെ അവിടെ നമ്മൾ ഷിപ്പിൽ റൂമിൽ ഇടാനായിട്ട് നമുക്ക് 3-4 ജോഡി, അതായത് ട്രാക്ക് സൂട്ടും ടീഷർട്ടും കാര്യങ്ങളും മേടിക്കുക. സോക്സ്, വൂളൻ സോക്സ് തന്നെ മേടിക്കുക. അതായത് നല്ല വൂളൻ സോക്സ് ആണ്. ഏകദേശം 129 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 129 രൂപയ്ക്ക് 3 പേർ. നല്ല കട്ടിയുള്ള വൂളൻ സോക്സ് ആണ്. ഇങ്ങനത്തെ സോക്സ് വേണം, വൂളൻ സോക്സ് വേണം നമ്മൾ ഷിപ്പിലോട്ട് ക്യാരി ചെയ്യാൻ. സാധാരണ
ഒരു 50 രൂപ കിട്ടുന്ന ജോഡിയോ 100 രൂപ കിട്ടുന്ന ജോഡിയോ മേടിച്ചിട്ട് കാര്യമില്ല. വൂളൻ സോക്സ് തന്നെ മേടിക്കണം, കട്ടിയുള്ളത്, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണിത്. പിന്നെ ഒന്നുള്ള കേസ് അതിൻ്റെ പാക്കിങ് തുടങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നത് പാക്കിങ്ങിനെ കുറിച്ചിട്ട്. ഒന്നും ഇവിടെ കറണ്ട് ഇല്ല വീട്ടിൽ. ഞങ്ങളുടെ ബൾബ് കാണിച്ച് നോക്കി മേളോട്ട്. ആ കുഞ്ഞു ബൾബ് മറ്റേ നമ്മുടെ സോളാർ കുഞ്ഞു ബൾബാണത്. അതിലാണ് ചാർജബിൾ ആയിട്ടിരിക്കുന്നത്. ഒട്ടും കറണ്ട് ഇല്ലാത്ത സമയത്ത് തന്നെ പാക്കിംഗ് നടത്തി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒട്ടും നടക്കത്തില്ല. സോ ഗൈസ് പാക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. ഫൈനലി ഗൈസ് നമ്മുടെ ലഗേജ് എല്ലാം പാക്ക് ആയി, നമ്മളെല്ലാം സെറ്റായി. ഇതാണ് എൻ്റെ മെയിൻ ലഗേജ്. മെയിൻ ലഗേജിൽ എല്ലാ സാധനവും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എല്ലാം ഒന്നും പുറത്താക്കിയിട്ട് 1/2 മണിക്കൂറുണ്ട്. എല്ലാം ടപ്പേ എല്ലാം പാക്കിംഗ് ആയിരുന്നു. ഇതെൻ്റെ ക്യാബിൻ ലഗേജ്. ക്യാബിൻ ലഗേജിൽ മെയിൻ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക വേണ്ടി ഡോക്യുമെൻറ്റ്സ്, ലാപ്ടോപ്പും കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ ഡോക്യുമെൻറ്റ്സ് എപ്പോഴും ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മുടെ കൈവശം വെച്ചിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. മാക്സിമം നല്ല കൈവശമേ വയ്ക്കാവൂ ഡോക്യുമെൻറ്റ്സ് എല്ലാം. ബാക്കിയുള്ള ലഗേജ് കാര്യങ്ങളെല്ലാം ഇതില്ല. ലഗേജ് മിസ്സായാലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒരു കാരണവശാലും മിസ്സാകാൻ പാടില്ല. സോ ഇത് നമ്മുടെ ഒരു ഏകദേശം 7-8 kg വരെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും ഫ്ലൈറ്റിൽ. ഇതെന്ന് പറയുന്നത് ഏകദേശം എനിക്ക് ഇന്നത്തെ ഫ്ലൈറ്റിലനുസരിച്ച് 23/2 ആണ്. അതായത് 2 ലഗേജ് കൊണ്ടുപോകാൻ 23യുടെ 40 kg 40 to 45 kg നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും സീമാൻസിന്. സോ ഇതെൻ്റെ ഏകദേശം 25 kg ഉണ്ട്. ഒറ്റ ബാഗിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. സോ തിരിച്ചു വരുമ്പം ഇൻ കേസ് എന്തെങ്കിലും എക്സസ് ഓഫ് ലഗേജ് ഉണ്ടെങ്കിൽ ക്യാരി ചെയ്യാനൊരു എക്സ്ട്രാ ബാഗും കൂടെ, ഒരു ബാക്ക് പാക്ക്, നീളമുള്ള ഒരു ബാക്ക് പാക്ക് കൂടെ ഞാൻ ക്യാരി ചെയ്യുന്നത്. സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകാനായിട്ട് ക്യാരി ചെയ്യുന്നത്. സോ ഗൈസ് എന്തായാലും ഇനി ഫ്രഷ് ആവണം, ഇറങ്ങാനുള്ള സമയമായി. സോ എന്തായാലും ഈ വീഡിയോ ഞാൻ നീട്ടുന്നില്ല. ഇത് ഇത്രയും പാക്കിങ്ങിനെ കുറിച്ചുള്ള മാത്രം വീഡിയോ ആണ്. ബാക്കിയുള്ള വീഡിയോ എന്തായാലും യാത്രയപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോയിനിങ്ങിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പാക്ക് ചെയ്യാൻ എന്താ പറയാൻ വേണ്ടി അറിയാത്തവർക്ക് പോലും ചെറുതായിട്ടെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തൊക്കെയാണ് നമ്മൾ ഷിപ്പിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആയിരിക്കും. കുറേ നാൾ ആക്റ്റീവ് ആകുന്ന ആക്റ്റീവ് ആയിട്ടില്ല. ഇനി അങ്ങോട്ട് നല്ലപോലെ ആക്റ്റീവ് ആയിരിക്കും യൂട്യൂബിൽ. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഹിയർ ഐ മൈ സൈനിങ് ഔട്ട്. യു ജസ്റ്റിൻ ഫ്രം സ്കിൽഡ് മറൈന. താങ്ക് യു.